തനിക്കെതിരായ ലൈംഗിക പീഡന പരാതി തള്ളി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. സ്വത്ത് തർക്കവും കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പരാതിയാണെന്നാണ് കൃഷ്ണകുമാർ നൽകുന്ന വിശദീകരണം. തനിക്കെതിരായ പീഡന പരാതി കോടതി നേരത്തെ തള്ളിയതാണെന്നാണ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ വാദം. 2025 പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു. എന്നാൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കൃഷ്ണകുമാർ വീട്ടിൽ കയറി കയ്യേറ്റം ചെയ്തത് സംബന്ധിച്ച പരാതിയാണ് കോടതിയിലെത്തിയതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. മർദ്ദിച്ചതുൾപ്പെടെയുള്ള IPC 341, 323, 324 വകുപ്പുകളാണ് ആ കേസിൽ ചുമത്തിയിരുന്നത്. ലൈംഗിക പീഡനം ആ പരാതിയിലുണ്ടായിരുന്നില്ല. ഇക്കാര്യം ചോദിച്ചതോടെ ആ പരാതി പോലീസ് തന്നെ തള്ളിയെന്നും കോടതിയിലെത്തില്ലെന്നും കൃഷ്ണകുമാറിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. പാർട്ടിയിൽ പലർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന യുവതിയുടെ ആരോപണത്തിന് മറുപടിയായി കഴമ്പുണ്ടെന്ന് തോന്നിയ പരാതിയിൽ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. പ്രതികടക്കാൻ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതികൾ കോടതി സ്വീകരിക്കാതിരുന്നത്. ഇത് 2023 കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നത് സ്വത്ത് തർക്ക കേസിലും 2024 ഗാർഹിക പീഡന അതെ രണ്ട് കേസിലുമാണ് വിധി വന്നത്. രണ്ടും അനുകൂലമായിട്ട് വന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ലൈംഗിക പീഡന പരാതി കോടതിയിൽ കേസെത്തിയപ്പോൾ ഒരു തവണ പോലും പരാതിക്കാരി ഉന്നയിച്ചില്ല. ഇല്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. എൻ്റെ അതിന്റെ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് സർട്ടിഫൈഡ് കോപ്പി എന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ മീഡിയ എല്ലാവരും ആരും ഞാൻ തരാൻ തയ്യാറാണ്. സർട്ടിഫൈഡ് കോപ്പിയിൽ നിങ്ങൾ പരിശോധിക്കാം. ഒരു വാക്ക് നോക്കിയാ. അപ്പോ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പരാതികള് ഞാൻ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പരാതിക്കെതിരായിട്ട് നിയമപരമായിട്ട് നീങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വക്കീലുമായിട്ട് കൺസൾട്ട് ചെയ്യും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യും. ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു. എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ഇതിന്റെ ഇങ്ങനെ ഒരു ഇത് ഇന്നലെ ആണ് അദ്ദേഹം ഇതിങ്ങനെ ഒരു ഇതിനെ സംബന്ധിച്ച് ഒരു കിട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അദ്ദേഹത്തിന്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ബാംഗ്ലൂർ ഹോസ്പിറ്റലാണ്. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് അദ്ദേഹത്തിന് വാട്സാപ്പ് മുഖേന ഈ 2 ജഡ്ജ്മെന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് 15 ഉയർത്തിയ ആള് 20 ഉയർത്തിയ ആളൊക്കെ ഇപ്പോ 25 കോൺഗ്രസിലുണ്ട്. കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പണി കൊടുക്കാനുള്ള ആളാണ് അവിടെയുള്ളത്. ഞങ്ങൾ കാത്തിരിക്കുക. സ്വന്തം പാർട്ടിയുടെ ആളുകളെതിരായിട്ട് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളാണ്. ഞങ്ങളിപ്പോ രക്ഷപ്പെട്ടു. അസുരകുത്ത് അവിടെയാ. അത്തരത്തിലൊരു പരാതിയിലാണ് സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. M5 ന്യൂസ്, പാലക്കാട്.